ശിവാനി, കതക് തുറക്ക. കതക് തുറക്ക് മോളെ. മോള് കിടക്കായിരുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങള്. മോളെ, നീ കരയാതിരിക്കും മോളെ. ഏതായാലും പ്രണവനെ തട്ടിക്കൊണ്ടുപോയ ഗൗതമനെ നിമിഷങ്ങൾക്കകം പോലീസ് പൊക്കിയില്ലേ? വേറൊരു സന്തോഷ വാർത്ത കൂടി മോളെ അറിയിക്കാനാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഗൗതമനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. ഗൗതം ജയിലിലായെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ അങ്ങളെ? ഓരോ നിമിഷം എനിക്ക് പേടി കൂടി കൂടി വരിക. അയാൾ എന്റെ പ്രണവൻ എന്തെങ്കിലും ചെയ്തോളെന്നുള്ള പേടിയിപ്പോ. ആ കാര്യത്തില് മോൾ ടെൻഷൻ ആവണ്ട. പ്രണവന്റെ ജീവന് ഒരാപത്തും വരില്ല. അവ സേഫ് ആയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അല്ല, പ്രണവിനെ തട്ടിക്കൊണ്ടു പോയത് ഗൗതമിന്റെ ആൾക്കാരാ. പിന്നെ പ്രണവിന്റെ ജീവൻ ആപത്തൊന്നും വരില്ലെന്ന് ആന്റി ഇങ്ങനെ ഗ്യാരണ്ടി തരും? ശിവനി, ഗൗതം അതൊക്കെ ചെയ്യുന്ന വെറും വിരട്ടിൽ മാത്രമല്ലേ? തട്ടിക്കൊണ്ടുപോയി കുറെ ദിവസം കസ്റ്റഡിയിൽ വെച്ചിരിക്കുമ്പോൾ സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പ്രണവ് പിന്മാറിക്കൂടുമെന്ന് അവന്റെ ധാരണ. അത് മാത്രമല്ല മോളെ, കൊല്ലാനാണെങ്കിൽ തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമുണ്ടോ? കാണുന്നിടത്ത് വെച്ച് തന്നെ അങ്ങ് കൊന്നാളഞ്ഞാ പോരെ? ഞാൻ ആ SI സുരേഷിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവര് കസ്റ്റഡി അപേക്ഷ കൊടുത്ത് ഗൗതമനെ വാങ്ങും. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യും. പ്രണവ് എവിടെയുണ്ടെന്ന് ഗൗതം കൃത്യമായിട്ട് പറയും. പറഞ്ഞില്ലെങ്കിലോ? എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ട് ഗൗതം ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളെ? അതിപ്പോ അപ്പൊ നോക്കാന്നേ. എത്ര നാൾ അതിനുള്ളിൽ പ്രണവിന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ എന്ത് ചെയ്യും? എന്റെ അവസ്ഥ ആന്റി ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പോലീസിനെ മാത്രം വിശ്വസിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളെ. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലൊക്കെ ഞാൻ പരാതി കൊടുക്കാൻ പോവാ. മീഡിയാസിലൊക്കെ ഞാൻ നല്ല വാർത്ത കൊടുക്കും. എന്നാലും പ്രണവിനെ കണ്ടെത്താൻ പറ്റുമോ? അത് ഉറപ്പ്. നോക്കുമ്പോളെ, മണ്ടത്തരം കാണിക്കരുത്. മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി കൊടുക്കുന്നത് എങ്ങനെ മണ്ടത്തരാവും? നോക്ക്, ഗൗതം ചെയ്തതിനേക്കാൾ വലിയ തരികിട പണികൾ ചെയ്തിട്ടുള്ളവനാ ഞാൻ. ഇപ്പൊ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് പ്രണവിനെ ഉപദ്രവിക്കാതെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്. നീ ഇപ്പോ അന്വേഷണം വേറൊരു ലെവലിലേക്ക് മാറ്റുകയും മാധ്യമങ്ങളെ ഇളക്കി വിടുകയും ചെയ്താലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഗൗതം തന്നെ പറയും, ഒരിക്കലും കണ്ടെത്താനാവാത്ത വിധം പ്രണവിനെ അങ്ങ് കൊന്നു കുഴിച്ചു മൂടിയേക്കാൻ. ദേ, ജ്യോതിക്ക് ഓർമ്മയില്ലേ നമ്മുടെ കോയമ്പത്തൂരിലെ ആ ആൽബർട്ടിന്റെ കാര്യം? ഇതുപോലെ മീഡിയാസ് ഇളകി വന്ന ഒറ്റ കാരണത്താലാ അവന്മാർ അയാളെ കൊന്നു കളഞ്ഞത്. അതെ അതെ, അന്നേ CKC പറഞ്ഞതാ കുറച്ച് വെയിറ്റ് ചെയ്യാൻ. അപ്പൊ അവന്റെ വീട്ടുകാർ കേട്ടില്ല. പറയുന്ന മനസ്സിലാക്കുമോളെ. അങ്കിളും ആന്റിയും നിന്റെ കൂടെയുണ്ട്. വേണ്ടത് എന്താണെന്ന് വെച്ചാ വേണ്ട സമയത്ത് ഞങ്ങൾ ചെയ്തോളാം. ജ്യോതി, മോള് കുറച്ചു നേരം കിടക്കട്ടെ, നീങ്ങി പോരെ. കിടന്നു ശിവാനി, കഴിക്കാൻ സമയമാകുമ്പോ ഞാൻ വന്ന് വിളിക്കാം. ഈ പേരും പറഞ്ഞ് പട്ടിണി കിടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ആന്റി വയ്ക്കോ, എനിക്ക് വിശപ്പ് തോന്നുമ്പോ ഞാൻ വന്ന് കഴിച്ചോളാം. എന്നെ വിളിക്കൊന്നും വേണ്ട. ശരി സർ, എന്തായാലും നാളെ ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരാം. ഓക്കെ സർ. അമ്മേ, ദൈവമേ, എന്റെ മോൻ ഇതിനു വേണ്ടി എന്ത് പാപാ ചെയ്തത്? പ്രണവിനെ രക്ഷിക്കാൻ നോക്കിയതിനാണോ അവനിങ്ങനെ ശിക്ഷിക്കുന്നത്? കരയാതിരിക്കാമേ, നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ ചതി ചെയ്തത് ആരായാലും അവർക്ക് ഒരു ദിവസത്തേക്കെങ്കിലും എന്റെ മോനെ ജയിലിലിടാൻ പറ്റിയല്ലോ. ഇനി ആ പേരും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല അമ്മ. നാളെ തന്നെ ഗൗതമിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴി ഉണ്ടാക്കാം നമുക്ക്.
സ്റ്റേഷനിൽ നിന്ന് തന്നെ ഗൗതമിനെ ഇറക്കിക്കൊണ്ടുവരുമെന്ന് വീമ്പിളക്കിയിട്ടല്ലേ നീ പോയത്? എന്നിട്ട് എന്തായി? ഒരു നിസ്സാര കേസിന് പിടിച്ചുകൊണ്ടുപോയ ഭർത്താവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് വാങ്ങിച്ചു കൊടുത്ത് ജയിലിൽ കൊണ്ട് കിടത്തിയിട്ട് വീണ്ടും വന്നിരുന്ന് പറയുന്നത് കേട്ടില്ലേ? ജാമ്യത്തിൽ ഇറങ്ങുമെന്ന്. ലോകത്തില്ലാത്ത താന്ത്രികനെ കൊണ്ട് പൂജയും പരിഹാരവും ഒക്കെ നടത്തിയിട്ടും ഗൗതമിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ? അന്നേ ഞാൻ പറഞ്ഞതാ നിന്നോട്, അവന്റെ കൂടെ സൂര്യമംഗലത്തേക്ക് കെട്ടി എഴുന്നള്ളല്ലേന്ന്. കേട്ടില്ലല്ലോ? ഇനിയെങ്കിലും നിന്റെ വീമ്പിളക്കൽ അങ്ങ് അവസാനിപ്പിക്കേ. എല്ലാം തികഞ്ഞവളാണെന്നും എന്തും ചെയ്യാൻ ത്രാണി ഉണ്ടെന്നുള്ള നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അത് കാരണമാ ഏട്ടത്തി ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്. നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കു നീ. ശരി, സമ്മതിച്ചു. ഞാൻ കഴിവില്ലാത്തവള് തന്നെയാ. നിങ്ങൾ വലിയ ബിസിനസ്സുകാരിയും മിടിക്കുകയൊക്കെ ആണല്ലോ. പിന്നെ എന്തുകൊണ്ട് ഗൗതമിനെ ഇറക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല? എനിക്ക് മനസ്സിലായിരുന്നു. നീ എന്റെ മുന്നിൽ കിടന്ന് കാണിക്കുന്ന ജാട പോരാഞ്ഞിട്ട് നിന്റെ വാക്കും കേട്ട് അവൻ പോലും ഇപ്പൊ എന്നെ ശത്രുവായിട്ടല്ലേ കാണുന്നത്. പിന്നെ ഞാൻ എന്തിനാ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ നിൽക്കുന്നെ? അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ അവസരം മുതലാക്കി എന്നെ കോർണർ ചെയ്യണം. ഗൗതം അകത്ത് കിടന്നാലും കുഴപ്പമില്ല, എന്നെ കുറ്റപ്പെടുത്താൻ പറ്റിയ അതാണല്ലോ നിങ്ങൾക്ക് സന്തോഷം. ഇക്കാലം അത്രയും നിങ്ങൾ കാണിച്ച സ്നേഹത്തിൽ ഒരല്പമെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഗൗതമിനെ ഇറക്കാൻ നിങ്ങൾ ഒരു ചെറുവിരലെങ്കിലും അനക്കണം. ഗൗതമിന് ജാമ്യം കിട്ടാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഞാനായിട്ട് ഗൗതമിനെ ജാമ്യത്തിൽ ഇറക്കി പുറത്തു കൊണ്ടുവന്നാ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ പറ്റുമോ? നീ ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ തന്നെ ഗൗതമും പ്രണവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും. ശിവാനി കേസ് പിൻവലിക്കും. സ്വാഭാവികമായിട്ട് ഗൗതം പുറത്തിറങ്ങുകയും ചെയ്യും. ഇപ്പോഴും നിങ്ങൾ പകരം ചോദിക്കുന്നത് എന്റെ ജീവിതമാണ്. എങ്ങനെങ്കിലും അതൊന്ന് തൊലിച്ചു കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനാവൂ അല്ലേ? അതെടി, നീ തന്നെയാ ഈ വീടിന്റെ ശാപം. ഒന്ന് നിർത്താമോ നിനക്ക്? ഈ കുടുംബത്തിനും ഇവിടെയുള്ളവർക്കും വേണ്ടി ഇവൾ എത്രത്തോളം സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനും ഏതിനും നിനക്ക് വീട് വിട്ട് ഇറങ്ങാമോ എന്ന നിന്റെ പന്തയം വെപ്പുണ്ടല്ലോ, അതിന് വേണ്ട വസുന്ധര. ഇവൾ എന്താണെന്നോ ഏതാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇവളെ ബലി കൊടുത്താൽ മാത്രമേ ഗൗതമിനെ നീ പുറത്തിറക്കാൻ സഹായിക്കൂ എന്നാണെങ്കിൽ അത് വേണ്ട. എന്റെ മോൻ ജയിലിൽ തന്നെ കിടന്നോട്ടെ. വാ നിധി. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഗൗതം നിങ്ങളെ വെറുത്തതുപോലെ ഞാനും നിങ്ങളെ വെറുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വീട്ടിലുണ്ടാവില്ലായിരുന്നു. അത് ചെയ്യാതിരുന്നതാ ഞാൻ ചെയ്ത തെറ്റ്.